മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയത്ത്. പോകുന്ന ഒരു രീതി അത് ശരിയായ രീതിയാണോ? അത് ബിജെപി നേതൃത്വം ഒന്ന് പരിശോധിക്കണം. ബിജെപിയുടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെ ഒരു സമ്മേളനത്തിന് ഇതുപോലെ ആരെങ്കിലും കയറി അവിടെ മുദ്രാവാക്യം വിളിച്ച് ഒരു ബഹളമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത് ശരിയാവുമോ? അപ്പോ ഇത്തരം ഒരു തീരുമാനം ശരിയല്ല. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റായിപ്പോയി. ഇനി വേറെ എവിടെയും പ്രതിഷേധിക്കാം. ഇനിയിപ്പോ വേണമെങ്കിൽ ഞാനും അവർക്കിടയിൽ ഇറങ്ങി നിന്ന് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ള ചർച്ചയും ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ആരാ മുദ്രാവാക്യം വിളിക്കുന്നത്? ബിജെപിയാണ്. കേന്ദ്രം ഭരിക്കുന്ന ആരാണ്? ബിജെപിയാണ്. ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള കുടിശ്ശിക തുക എത്ര? 678 കോടിയാണ്. സമരം നടത്തേണ്ട സ്ഥലം ഇവിടെ ആയിരുന്നില്ല. ബിജെപിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഓഫീസിന്റെയോ മുമ്പിലായിരുന്നു സമരം നടത്തേണ്ടിയിരുന്നത്. സമരം നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റായിപ്പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയാണ്. കേരളം പിന്നോക്കമാണെന്ന് സമ്മതിച്ചാൽ എന്തെങ്കിലും തരാം എന്നാണല്ലോ പറഞ്ഞത്. കേരളം പിന്നോക്കല്ല മുന്നോക്കാണെന്ന് അവർ സൂചിപ്പിക്കാൻ കാരണം കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന്റെ മികവാണ്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത മികവുണ്ട്. അതിപ്പോ ആർക്കും ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ബിജെപിക്കും പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താ? സംസ്ഥാന സർക്കാർ കൂടുതൽ ഫണ്ട് പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താൻ ചെലവഴിക്കുന്നു. ഇന്ത്യയിൽ ഏത് സംസ്ഥാനം എടുത്തു പരിശോധിച്ചാലും ഒരു സംസ്ഥാന സർക്കാരും ചെയ്യാത്ത നിലയിൽ വലിയ വിഹിതം ഇതിനുവേണ്ടി കേരളത്തിലെ LDF സർക്കാർ മാറ്റിവെക്കുന്നു. അത് മാറ്റിവെക്കുന്നതും LDF സർക്കാരിന്റെ മോഡൽ, കേരള മോഡൽ ബദൽ നയം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായം ശക്തിപ്പെട്ടത്. ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമായിട്ട് പോലും കോവിഡ് ഇവിടെ വലിയ നിലയിൽ അപകടമാകാതെ പിടിച്ചു നിർത്താൻ പറ്റിയതിന്റെ ഒരു കാരണം പൊതുജന ആരോഗ്യ സമ്പ്രദായമാണ്. മറ്റൊന്ന് കേരളത്തിലെ ജനങ്ങളുടെ കൂട്ടായ്മയാണ്. അതിൽ ഒരു കാരണം പൊതുജന ആരോഗ്യ സമ്പ്രദായമാണ്. അതിൽ നിന്നും കേരളം വിഡ്രോ ചെയ്യണം എന്നാണ് ഇവിടെ മുദ്രാവാക്യം വിളിച്ചവരുടെ നേതാവ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസ! ഇവിടെ ഒരു ഭാഗത്ത് പറയുന്നു പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിലെ ഇന്ന പ്രശ്നങ്ങളാണെന്ന്, ഇപ്പുറത്ത് പറയുന്നു അതിൽ നിന്ന് വിഡ്രോ ചെയ്താൽ സഹായം ചെയ്യാം. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചുവെക്കാൻ പറയും. അതുകൊണ്ട് ഒന്ന് സമരം തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി, 2 സമരം ചെയ്യേണ്ടിയിരുന്ന സ്ഥലം തെറ്റിയതുപോലെ തന്നെ ഇവിടെ വളരെ ബോധപൂർവം കേന്ദ്ര സർക്കാർ കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിന് തരേണ്ട ഫണ്ട് തരുന്നില്ല. 678 കോടി രൂപ തരണ്ടേ? അതിനുവേണ്ടി ഇവർ സമരം ചെയ്യട്ടെ. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യാൻ ബിജെപി തയ്യാറുണ്ടോ? UDF എന്തായാലും തയ്യാറല്ല. ബിജെപി തയ്യാറുണ്ടോ? അതാണ് അതിൽ പറയാനുള്ളത്. വേറെ ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല. മുമ്പ് പറഞ്ഞ പ്രസ്ഥാനം ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല മോദി ചെയ്തല്ലാത്ത വേറൊന്നും ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ചെയ്യുന്നില്ല. വയനാട് ദുരന്ത സമയത്ത് അദ്ദേഹം എത്തുമ്പോൾ സ്ഥലം MPയോ MLA പോലും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ഒന്ന്, അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി പ്രസ്താവന ഇറക്കുന്നത് ബിജെപിയോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് എനിക്ക് സംശയം. കേരളത്തിൽ ബിജെപി അല്ലെങ്കിൽ തന്നെ പല പ്രയാസവും നേരിടുന്നു. അതിന്റെ വളർച്ച ഒന്നും കൂടി പടവലങ്ങ പോലെ താഴോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കരാറെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എടുത്തോ? കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല, കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായം, കേരളത്തിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട്? ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല. കേരളമാണ് മുന്നിൽ. കേന്ദ്ര സർക്കാർ തന്നെ ബഡ്ജറ്റിൽ 2016 ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചില്ലേ? അപ്പോ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാണ് കേരളം. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ്, ഇവിടെ പഠിക്കാൻ തയ്യാറാവുകയാണ്. എന്നിട്ട് അതാത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് പ്രയാസം ഉണ്ടാവും. കാരണം LDF പിന്തുടരുന്ന നയമല്ല അവിടെയൊക്കെയുള്ള സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരെ വിമർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് ബിജെപി തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്നുകൂടി മുഹമ്മദ് റിയാസ് ചോദിക്കുകയാണ്. ജോർജ് കുര്യനെതിരെയും വിമർശനം ആവർത്തിക്കുകയുണ്ടായി മന്ത്രി.